ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 12-ാം വാക്യം. ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. ഇന്ന് നമ്മൾ 8 നോമ്പ് ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വേണ്ടി നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുക കേട്ടോ. അമ്മ ചോദിച്ചാൽ ഈശോയ്ക്ക് ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ജപമാലകൾ കയ്യിലേന്തി പരിശുദ്ധയുടെ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ ലഭിക്കട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ അടുക്കിലേക്ക് പോയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, അമ്മ എപ്പോഴും നമ്മളെ ഈശോയുടെ പക്കലേക്ക് പറഞ്ഞു വിടും. ഈശോ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം. ഇന്നത്തെ വചനത്തിൽ ഏലിയ വന്നു കഴിഞ്ഞു, അവർ അവനെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈശോയുടെ വരവിന് മുൻപ് സ്നാപക യോഹന്നാനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ജനക്കൂട്ടത്തിന് ഇത് മനസ്സിലാകുന്നില്ല. സ്നേഹമുള്ളവരെ, ഇത് എൻ്റെ ഈശോ എന്നോട് പറയുമ്പോഴും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം എത്രയോ ഏലിയാമാരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നീ പല പാപത്തിന് അടിമപ്പെട്ടു പോകുമ്പോൾ, തെറ്റിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നിന്നെ തിരുത്താനായിട്ട് എത്ര വ്യക്തികളെയാണ് ദൈവം പറഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടല്ലേ. പല പാപത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ പലരെ എൻ്റെ ദൈവം പറഞ്ഞു വിടുന്നുണ്ട്. ചിലപ്പോൾ എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ ഗുരുക്കന്മാർ, വൈദികർ, സന്യസ്തർ, കൂട്ടുകാർ, ഇവരെയൊക്കെ എൻ്റെ ദൈവം പറഞ്ഞു വിടുക. എന്തിനാ? ആ പാപത്തിൽ നിന്നകന്ന് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഈ പാപത്തിൽ തന്നെ തുടരുന്ന വ്യക്തികളായിട്ട് മാറി. ഈ പാപത്തിൽ നിന്ന് മാറാനായിട്ട് നമുക്ക് ഇഷ്ടമില്ല. പാപത്തിൻ്റെ പടുകുഴിയിൽ വീണ്ടും വീണ്ടും നിബന്ധിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഇവിടെയാണ് എൻ്റെ ഈശോ പറയുന്നത്, മോനെ, നിന്നെ വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക് നയിക്കാനായിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു. നീ എന്താ ചെയ്തത്? നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ സ്വീകരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇഷ്ടംപോലെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്. ഈ കുറവുകളും ഈ പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് എൻ്റെ ദൈവത്തിനറിയാം. നമ്മൾ വീണ് കിടക്കുമ്പോൾ ഒരു തട്ടൊക്കെ, ചെറിയൊരു തട്ട് തന്നിട്ട് ദൈവം പറയും, ദേ എഴുന്നേറ്റ് പോടാ, ഇനി നീ വീഴരുത്. എത്രയോ പ്രാവശ്യം തന്നിട്ടുണ്ട്. ഈ തട്ട് സ്വീകരിച്ച് നന്മയുടെ പാതയിലൂടെ ഞാൻ തിരിഞ്ഞാൽ എനിക്ക് ഐശ്വര്യം കിട്ടും. പോയി കഴിഞ്ഞാൽ വലിയ വീഴ്ചയിൽ അവിടെ ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരിലൂടെ എൻ്റെ ദൈവം നൽകുന്ന മുന്നറിയിപ്പുകൾ, തിരുത്തലുകൾ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. അതോ ഇന്നും ഞാൻ പാപത്തിൻ്റെ പടുകുഴിയിൽ എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെ, ലോക ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു വ്യക്തിയാണോ? ഓടിക്കോ കേട്ടോ, പക്ഷേ ഈ ഓട്ടം തീരാറായി, മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൻ്റെ പിന്നാലെ ഓടാതെ ദൈവം നൽകുന്ന തിരുത്തലുകൾ സ്വീകരിക്കാനായിട്ട്, നന്മയുടെ പാതയിലൂടെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, അങ്ങനെ ദൈവത്തിൻ്റെ മകനായിട്ട്, മകളായിട്ട് തീരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.